നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം നമ്മളെ തന്നെ അറിയുക എന്നതാണ്. അതിനെയാണ് യഥാർത്ഥ ജ്ഞാനം എന്നറിയപ്പെടുന്നത്. ആ അറിവ് നേടാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ജീവിതം. എന്നാൽ അതിനു പകരം മനുഷ്യരെല്ലാം തന്നെ ഇന്ദ്രിയ സുഖം നേടുക എന്നതാണ് ജീവിത ലക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നത്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ള ഓട്ടത്തിലാണ് നാം എല്ലാവരും തന്നെ. പാശ്ചാത്യ ലോകത്തിന്റെ തത്വശാസ്ത്ര പ്രകാരം ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താവുന്നതിന്റെ പരമാവധി തൃപ്തിപ്പെടുത്തുക എന്നതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായി കരുതുന്നത്. അതുതന്നെയാണ് അവരെ അശാന്തിയുടെ ലോകത്തേക്ക് തള്ളിവിടുന്നത്. എന്തെന്നാൽ ഇന്ദ്രിയങ്ങൾ മുന്നിലുള്ള എല്ലാത്തിൻ്റെയും പിറകെ പോയിക്കൊണ്ടിരിക്കും. ഒന്ന് കഴിയുമ്പോൾ അതിനോടുള്ള താല്പര്യം തീർന്ന് വേറൊന്നിന് പിറകെ പോകും. അങ്ങനെ ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കുകയും ആവശ്യമില്ലാത്ത യാതനകൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ പരമാവധി സന്തോഷിപ്പിച്ച് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന അബദ്ധം ചിന്തിക്കുകയും പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഈ ലോകത്തിലെ പലവിധ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ പരിശ്രമങ്ങളും ബാഹ്യ സുഖങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കാതെ കുറച്ച് സമയമെങ്കിലും സ്വയം അറിയാനുള്ള പരിശ്രമം കൂടി നടത്തി നോക്കുന്നതാണ് നമുക്കെല്ലാം സംതൃപ്തി നൽകുന്ന മാർഗം. ഈ പരിശ്രമം സ്വന്തം ഉള്ളിലുള്ള മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരും. നമ്മളിലുണ്ടാവുന്ന ചിന്തകൾ, നമ്മൾ ഓരോ സാഹചര്യത്തിലും പ്രതികരിക്കുന്ന രീതികൾ, നമ്മൾക്കുള്ളിലെ അസുരഭാവങ്ങൾ, നമ്മൾക്കുള്ളിലെ ദൈവീകമായ സ്വഭാവങ്ങൾ എല്ലാം കാണാനും അവയെല്ലാം വിശകലനം ചെയ്യാനും യഥാർത്ഥമായ ജ്ഞാനം, നമ്മളെ തന്നെ അറിയുന്ന ജ്ഞാനം നമ്മളെ സഹായിക്കും.